ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷെറിൻ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു കൂന്തൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന കൂന്തൽ അവർ ചില സ്ഥലത്ത് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ അവർ കട്ട് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾക്കിത് ഇവിടെ നിന്ന് അവർ ഷോപ്പിൽ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഈ കൂന്തൽ എടുത്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയതിന് ശേഷം കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാം. പിന്നെ ഒരു വെളുത്തുള്ളി അത് നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുത്തു വെക്കുക. ഇടയ്ക്കൊന്ന് നമ്മൾ കറി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നുണ്ടോ നമ്മളൊന്ന് ഇടയ്ക്ക് നോക്കിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം കൂന്തലാണ്. അതിലേക്ക് ആവശ്യമായ മസാലയുടെ അളവാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ള മസാലകൾ നിങ്ങൾ ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കീറിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തിള വരുന്നുണ്ട്. നമുക്കൊരു 20 മിനിറ്റ് പോലെ ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അത്രയും നമ്മളെ കൂന്തൽ നന്നായിട്ട് വേവുകയുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. പിന്നെ നമുക്കിത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.